ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രാർത്ഥനാസ് വേൾഡ്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പോകുന്നത് ചെസ്സിനെ പറ്റിയും അതിൽ തന്നെ ചെസ് പീസസിൻ്റെ മൂവ്മെൻറ്റുമാണ് ഞാൻ നിങ്ങളെ ഇന്ന് ടീച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ചെസ് ബോർഡിന് 32 ബ്ലാക്ക് കോളംസും അതിൽ തന്നെ 32 വൈറ്റ് സ്ക്വയേഴ്സും ഉണ്ട്. ഇനി പീസസ് ആണെങ്കിൽ ഇതുപോലെ വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള പീസസാണ് ഇവിടെ ഉള്ളത്. അതിൽ തന്നെ രണ്ടുപേര് കളിക്കുന്ന ഒരു ഗെയിമാണ് ചെസ്സ്. പിന്നെ ഒപ്പോണൻറ്റ് ടീമിന് ഇപ്പോൾ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും ആയിരിക്കും. നെക്സ്റ്റ് എന്തൊക്കെ പീസസ് ഉണ്ട് കാണിച്ചു തരാം. നെയിം ഓഫ് പീസസ് എന്ന് പറയുമ്പോൾ കിങ്, ഈ ഒരു പീസാണ് നമ്മുടെ പോൺ എന്ന് പറയുന്നത്, പോൺ. നെക്സ്റ്റ് ഇത് നമ്മുടെ റൂക്കാണ്. നെക്സ്റ്റ് ഇത് ബിഷപ്പ്, നൈറ്റ്, ദെൻ ക്യൂൻ. ഈ സെയിം പീസ് തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് വരുന്നുണ്ട്. റൂക്ക്, ബിഷപ്പ്, പിന്നെ ഈ നൈറ്റ്. ഈ പോൺ ഏകദേശം 8 പോണോ 9 പോണോ ആയിട്ടാണ് ഈ പോൺസ് ഉള്ളത്. സെയിം പോണായിട്ട് 8 or 9 ആയിട്ടാണ് പോൺസ് ഉള്ളത്. നമുക്ക് നോക്കാം എത്ര പോൺസ് ഉണ്ടെന്ന്. ഫസ്റ്റ് നമുക്കതെല്ലാം വച്ചിട്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 പോൺസ് ഉള്ളു. നമുക്കത് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7. സോ ഗൈസ്, ഇപ്പോൾ നമുക്ക് 7 പോൺസാണ് ഒരു ടീമിനുള്ള 7 പോൺസ്. നെക്സ്റ്റ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. സെയിം പീസസ് ആയിരിക്കും ഇതുപോലെ അടുത്ത ഒപ്പോണൻറ്റ് ടീമിലും വരുന്നത് ഗൈസ്. ഇനി അതിൻ്റെ പൊസിഷൻസ് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് പീസസിൻ്റെ മൂവ്മെൻറ്റ് കാണാം. അത് ക്യൂൻ എപ്പോഴും ഇപ്പോൾ വൈറ്റ് ക്യൂൻ ആണെങ്കിൽ വൈറ്റിൽ വരത്തുള്ളൂ ഗൈസ്, വൈറ്റ് കോളത്തിൽ വരും. അതിൽ തന്നെ ബ്ലാക്ക് ക്യൂൻ ആണെങ്കിൽ ബ്ലാക്ക് കോളത്തിലേ വരത്തുള്ളൂ. പിന്നെ ക്യൂന് എടുത്തിട്ടില്ല, ദിസ് നോക്കട്ടെ. ക്യൂന് ഇവിടെ ചെയ്യണം, അതുപോലെ ബ്ലാക്ക് കോളത്തിലേ വരത്തുള്ളൂ. ബട്ട് ഇത് കിങ് ഡിഫറെൻ്റ് ഉണ്ട്. കാര്യം ബ്ലാക്ക് കിങ് ആണെങ്കിൽ വൈറ്റ് കോളത്തിലും വരും. അതുപോലെ തന്നെ വൈറ്റ് കിങ് ആണെങ്കിൽ ബ്ലാക്ക് കോളത്തിലാണ് വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് വരുമ്പോൾ ക്യൂവിന് എവിടെ വേണമെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് സ്ട്രെയിറ്റ്, ഡയഗണലി, എങ്ങനെ വേണമെങ്കിൽ ക്യൂവിന് മൂവ് ചെയ്യാം. പിന്നെ പോണാണെങ്കിൽ ഒറ്റൊരു മൂവ്മെൻറ്റ് ചെയ്യാവൂ. പക്ഷേ ഫസ്റ്റ് മൂവ് വരുമ്പോൾ ഇവിടെയാണ് പോൺ നിൽക്കുന്നത്. ഫസ്റ്റ് മൂവ് വരുമ്പോൾ നമുക്ക് 2 മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒറ്റ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ പോൺ ക്യാപ്ചർ ചെയ്യുമ്പം ഒരാളെ വെട്ടാൻ പോകുമ്പോൾ ഒരു ക്യാപ്ചറിങ് ടൈം വരുമ്പോൾ പോണിനിപ്പം ഒരു ഡയഗണലി പോണിന് ചെയ്യാൻ പറ്റും. ഒരാൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ പോണിന് ഡയഗണലി ചെയ്യാം. പക്ഷേ ഒറ്റ ഒരു കോളം മാത്രമേ ഡയഗണലി ചെയ്യാനും പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ബിഷപ്പ് എപ്പോഴും ഡയഗണലേ പോകത്തുള്ളൂ. ഇപ്പം വൈറ്റ് കോളത്തിലുള്ള ബിഷപ്പാണെങ്കിൽ വൈറ്റ് കോളത്തിൽ മാത്രമേ പോവുകയുള്ളൂ, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിൽ മാത്രം. പിന്നെ റൂക്കാണെങ്കിൽ ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ പോകത്തുള്ളൂ. നെക്സ്റ്റ് ആണെങ്കിൽ നൈറ്റ് എപ്പോഴും എൽ ഷേപ്പിൽ ജമ്പ് ചെയ്ത് പോകും, എൽ ഷേപ്പിൽ പോകും. ഇപ്പോൾ ഒരു പോൺ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അത് ജമ്പ് ചെയ്ത് എൽ ഷേപ്പിൽ പോകും. ഇതുപോലെ 1 2 3 ഇവിടെ വേണമെങ്കിൽ പോകാം. ഓക്കെ, അങ്ങനെ. നെക്സ്റ്റ് ഇത്രേ ഉള്ളൂ. പിന്നെ ചെക്ക് മേറ്റ്സും അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.